കേന്ദ്ര ബജറ്റിന് ശേഷം സോഷ്യൽ മീഡിയയിലെ ഒരു ട്രോൾ കഥാപാത്രമാണല്ലോ കടലാമകൾ. ബജറ്റിലേറെ പ്രതീക്ഷിച്ച കേരളത്തിന് കടലാമ പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന വാഗ്ദാനം നൽകി ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചതിന്റെ പ്രതിഷേധമാണ് ട്രോളുകൾക്കും പോസ്റ്റുകൾക്കും പിന്നിലെ കാരണം. സത്യത്തിലെ കടലാമകൾക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്ന ജലജീവിയാണിവ. കടലിലാണ് ഇവയുടെ ജീവിതമെങ്കിലും മുട്ടയിടാനും പ്രജനനത്തിനുമായി കരയിലെത്തും. ഏകദേശം 50 മുതൽ 100 വർഷം വരെ ആയുസുണ്ട്. മുട്ടയിടാൻ സമയമാകുമ്പോൾ പെൺ കടലാമകൾ തങ്ങൾ ജനിച്ച അതേ തീരത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നതാണ് ഇവയുടെ ജീവിതത്തിലെ അത്ഭുതകരമായ കാര്യം. മണലിൽ കുഴികൾ ഉണ്ടാക്കി അതിലാണ് ഇവ മുട്ടയിടുക. പെൺ കടലാമകൾ തിരികെ ജനിച്ച അതേ തീരത്ത് തന്നെ മുട്ടയിടാൻ വരുന്നത് കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന ആമക്കുഞ്ഞുങ്ങളെ കൈകൊണ്ടെടുത്ത് കടലിൽ വിടരുത്. തീരത്ത് നിന്ന് കടലിലേക്കുള്ള ഇവയുടെ നടത്തം അവയുടെ പേശീബലത്തിനും ഭാവിയിൽ മുട്ടയിടാനായി ഇതേ തീരം തിരിച്ചറിയുന്നതിനും അത്യന്താപേക്ഷിതമാണ്. കരയിലെ ആമകളെ പോലെ കാലുകൾക്ക് പകരം തുഴയാൻ സഹായിക്കുന്ന ഫ്ലിപ്പറുകളാണുള്ളത്. ഇത് കടലിൽ വേഗത്തിൽ നീന്താൻ ഇവയെ സഹായിക്കും. കടലാമകൾക്ക് അവയുടെ തലയോ കൈകാലുകളോ തോടിനുള്ളിലേക്ക് വലിച്ചു വെക്കാൻ കഴിയില്ല. 7 തരം കടലാമകളാണുള്ളത്. ഇന്ന് വംശനാശ ഭീഷണിയുടെ നിഴലിലാണ് കടലാമകൾ. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, മത്സ്യബന്ധന വലകൾ, അനിയന്ത്രിതമായ വേട്ട ഇവയൊക്കെ കടലാമകളുടെ വംശനാശ ഭീഷണിക്ക് കാരണങ്ങളാണ്.